കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ ഒന്ന് ചെയ്ത് കാണിക്കുന്നത്. ഈ മഴ സമയത്തൊക്കെ അധികം പണിയൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല ജോലിക്ക് പോകുന്നവർക്കും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ച് റെസിപ്പിയാണിത്. ചൂടോടി കൂടി മാത്രമല്ല നമ്മളിത് ബോക്സിലാക്കി കൊണ്ടുപോയാൽ കുറച്ച് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും കഴിക്കാനൊന്നും വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ലാത്ത തരത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഇതെങ്ങനെയാണ് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് കുക്കിംഗ് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഏതാണെന്നുണ്ടെങ്കിലും ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ശരിക്കും ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു സ്പൂൺ ഓളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് ശരിക്കും പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. കടുക് ശരിക്കും പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് നല്ല നീളത്തിലാണ് ചോപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലിലേക്ക്. കടുക് ശരിക്കും ഫുള്ള് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം വേണം അത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നൈസായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന ഉള്ളിയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഉള്ളി നമുക്ക് ചെറിയ ചൂടിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി വഴറ്റി കൊടുക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ 3-4 പച്ചമുളകും ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണ്. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ എരിവിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഇതാ നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റി തുടങ്ങുമ്പോൾ തന്നെ നല്ലപോലെ ചെറുതായി കിട്ടും. അപ്പോൾ അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ചൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എന്താ 3-4 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ പച്ചമുളക് മുറിച്ചിരിക്കുന്നതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇതൊന്ന് ചെറിയ ചൂടിലിട്ടിട്ട് ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി ശരിക്കും ഒന്ന് വാടി കിട്ടണം, അല്ലാതെ മൊരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. ഒന്ന് വാടിയാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതാ ഉള്ളി ശരിക്കൊന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പം നമ്മൾക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്തോരം ഉപ്പ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഉള്ളിയിലെ വെള്ളമയം ശരിക്ക് പോയി കിട്ടും. ഉപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വാടി കിട്ടും. ഇനി ഇതിലേക്ക് 2 ചുവന്ന മുളക് ചെറുതായിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതും കൂടെ ഒന്ന് വഴറ്റി മൂപ്പിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം ശരിക്കൊന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ. ഉള്ളി പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. വല്ലാതെ മുരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ ഉള്ളി ശരിക്കും ഇതുപോലെ ഇങ്ങനെ ഒന്ന് വഴന്ന് ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ വലിപ്പത്തിലുള്ള ഒരു തക്കാളി ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചോപ്പ് ചെയ്തതും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ തക്കാളിയും ചെറുതായിട്ടൊന്ന് വാടി വെന്ത് കിട്ടണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ചൂടിലിട്ടിട്ട് തക്കാളി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തക്കാളിയും കൂടിയും ശരിക്കൊന്ന് വെന്ത് ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 4 മുട്ടയാണ്. അപ്പോൾ 4 മുട്ട കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് നമ്മൾക്ക് കുറച്ച് സമയം ഒന്ന് അനക്കാതെ വയ്ക്കണം. കുറച്ച് സമയം അനക്കാതെ വെച്ച് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. ഒരു 1-2 മിനിറ്റ് ഇത് ഒന്ന് ഇളക്കാതെ ഇരിക്കുക. അതിന് ശേഷം വേണം ഇത് ഇളക്കി തുടങ്ങാനായിട്ട്. അപ്പോൾ ഇത് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലപോലെ നമ്മൾക്ക് സാധാരണ നമ്മൾ മുട്ടയെല്ലാം പൊരിച്ചെടുക്കുന്ന മാതിരി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഉപ്പൊന്നും കുറവുണ്ടായിരുന്നില്ല. ഉപ്പെല്ലാം കറക്റ്റ് പാകമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഒന്ന് ചെറിയ ചൂടിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുവാണ്. മുട്ട ഇതുപോലെ ചെയ്യുമ്പം ചെറിയ ചൂടിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ചൂട് കൂട്ടി വെച്ചാൽ അതെല്ലാം അടിയിൽ പിടിച്ചിട്ട് അത് വല്ലാതെ മോശമായി പോവും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുട്ട ശരിക്കും റെഡിയായി പാകത്തിനെല്ലാം ആയി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾക്ക് ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ 2 കപ്പ് ചോറ് വേവിച്ച് വെച്ചിരുന്നു. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മറ്റേ ജീരശാല അരിയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ബസ്മതി അരി ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിവിടെ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പിട്ട് വേവിച്ചെടുത്തിരിക്കുന്ന ഈ അരി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് അരിയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുത്ത അരി നല്ലപോലെ ഊറ്റിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് ശരിക്കൊന്ന് ഊറ്റിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ മുട്ടയുടെ കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് ശരിക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക.
അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഉപ്പ് അല്ലെങ്കിൽ എരിവ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇതിൽ എരിവും ഉപ്പൊന്നും കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും എക്സ്ട്രാ ആയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനിയൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ചെറിയ ചൂടിലിട്ടിട്ട് അപ്പോൾ ചോറ് കൂടെ ശരിക്കും ഒന്ന് ചൂടായി കിട്ടും. അപ്പോൾ അതിനായിട്ടാണ് ചെറിയ ചൂടിലിട്ടിട്ട് ഇത് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ചോറ് കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണോളം ഗരം മസാലയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി മസാല ഏതെങ്കിലും ഒരു മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല, ഞാൻ വെറുതെ പ്ലെയിൻ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷം ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റെസിപ്പി. ഞാനിതാണ് പറഞ്ഞത്, നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ലഞ്ച് ബോക്സിലേക്കെല്ലാം കൊടുത്തു വിടാൻ പറ്റുന്ന, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ടുള്ള, എല്ലാവർക്കും അറിയുമായിരിക്കും ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ചെയ്ത് കാണിച്ചത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്നും പറയുന്ന പോലെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതിപ്പം ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞപ്പം നമ്മളിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഈ റെസിപ്പി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റിയുമായിട്ടുള്ള വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, അല്ലാന്നുണ്ടെങ്കിൽ ലഞ്ച് റെസിപ്പി, അല്ലെങ്കിൽ എന്തെങ്കിലും കറികളുടെ റെസിപ്പി ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക്